ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ UGC ചെയർമാൻ്റെ ട്വീറ്റ് അപ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചതാണ്. അതായത് നമ്മുടെ പരീക്ഷയ്ക്കായിട്ടുള്ള അപ്ലിക്കേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ തന്നെ വീഡിയോയിൽ അറിയിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് 2 ട്വീറ്റും കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ ഒരു ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് ജൂൺ സെഷനിൽ എന്താണ് നമുക്ക് പുതുതായിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 8 സെമസ്റ്ററുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് 4 വർഷ 8 സെമസ്റ്റർ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഉള്ളവർക്കും അതുപോലെ തന്നെ 4 വർഷ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഉള്ളവർക്കും UGC നെറ്റ് ഇനി എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം പുതിയ NEP പ്രകാരം 4 വർഷ ഡിഗ്രി പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ചാണ് അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. വീണ്ടും അദ്ദേഹത്തിന്റെ ട്വീറ്റ് എന്ന് പറയുന്നത് ഈ 4 വർഷ ഡിഗ്രി കോഴ്സിന്റെ ഒരു പ്രത്യേകത അവർക്ക് നേരിട്ട് PhD ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് NEP-യിൽ അറിയിച്ചിരുന്നത്. അത് മുമ്പേ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ അവർ ഏത് വിഷയത്തിലാണോ PhD എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ അവർക്ക് നെറ്റ് എക്സാം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ വിഷയത്തിൽ നെറ്റ് എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. കാരണം 2024 ജൂൺ മുതൽ PhD എൻട്രൻസിനായിട്ട് നെറ്റ് എക്സാം 3rd കാറ്റഗറി, അതായത് ഒരു കാറ്റഗറി കൂടെ ആഡ് ചെയ്ത് അതിന്റെ സ്കോറിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ആയി കഴിഞ്ഞാലും അവർ ഏത് വിഷയത്തിലാണോ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ അവർക്ക് UGC നെറ്റ് എക്സാം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 3 ട്വീറ്റുകളാണ് അദ്ദേഹം ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഒന്നാമത്തത് നമ്മുടെ നെറ്റ് എക്സാമിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തത് 8 സെമസ്റ്റർ 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രിക്കാർക്ക് UGC നെറ്റ് എക്സാമിന് അപേക്ഷിക്കാം. അവർക്ക് ഓൾറെഡി PhD ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. ഏത് വിഷയത്തിലാണോ അവർ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ അവർക്ക് നെറ്റ് എക്സാം എഴുതാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമുക്ക് 4 വർഷ ഡിഗ്രിയാണ് ഇനി മുതൽ ഉണ്ടാകുക. കേരളത്തിൽ അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം ആണ് MEES. അതിൽ 1-ാം വർഷം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 1-ാം വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. നമ്മൾ 2-ാം വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമ ലഭിക്കും. 3-ാം വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ലഭിക്കും. സാധാരണ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന ഡിഗ്രി ലഭിക്കും. 4-ാം വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഓണേഴ്സ് കോഴ്സ് ഡിഗ്രി അതും ലഭിക്കും. അതിന്റെ കൂടെ തന്നെ 1 വർഷം കൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് PGയും ലഭിക്കും. ഇനി നമ്മൾ 3-ാം വർഷം നിർത്തി കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് 4-ാം വർഷം എഴുതിയെടുക്കണമെങ്കിൽ അതിനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പുതിയ MEES സിസ്റ്റത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതൊക്കെ NEP പറയുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ 1-ാം വർഷവും 2-ാം വർഷവും നിലവിൽ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇല്ല. കാരണം മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിലും ആ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വന്നു തുടങ്ങിയിട്ടില്ല. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലുള്ള യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു സിസ്റ്റത്തിലാണ് ഡിഗ്രി കോഴ്സുകൾ നടത്തി വരുന്നത്. അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് സ്റ്റുഡൻസ് പുറത്തിറങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അവർക്കിത് ഉപകാരപ്പെടുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ കോഴ്സ് കഴിയും 2024 കൂടിയിട്ടാണ്. 20-ൽ നമ്മുടെ NEP വന്നതിന്റെ പ്രകാരം 24 കൂടിയിട്ടാണ് കോഴ്സുകൾ കഴിയാനുള്ള സാധ്യത കൂടുതൽ. ഇതിനോടൊപ്പം തന്നെ NEP പ്രകാരം പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 4 വർഷ ബിരുദം പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് റിസർച്ച് കൂടെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ റിസർച്ച് ബിരുദം കൂടെ ലഭിക്കും. ഇവിടെ ഈ 4 വർഷ ബിരുദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് അതൊരു നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ട് എഴുതുന്ന ഒരു റിസൾട്ട് ആയിരിക്കരുത്. അത് നമ്മുടെ അറിവിൽ നിന്ന് വേണം എന്നുള്ളതാണ്. നമ്മൾ പരീക്ഷ എഴുതുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിവിൽ നിന്നായിരിക്കണം. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ള രീതിയിലാണ് ഈ 4 വർഷ ബിരുദത്തിലേക്ക് ഈ MEES സിസ്റ്റത്തിലൂടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിലവിൽ നെറ്റ് എക്സാം എഴുതാൻ സാധിക്കുന്നത് PG ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തവർക്കോ അല്ലെങ്കിൽ PG കഴിഞ്ഞ് ഇറങ്ങിയവർക്കോ ആണ്. എന്നാൽ 2024 ജൂൺ മുതൽ
PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കൂടെ നെറ്റ് എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. കാരണം PhD സ്കോർ അല്ലെങ്കിൽ PhD എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് നെറ്റ് എക്സാമിന്റെ സ്കോർ ഒരു കാറ്റഗറി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പരിഷ്കാരമാണ്. ഈ രണ്ട് പരിഷ്കാരങ്ങളാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്നാമത്തത് നെറ്റ് എക്സാമിന്റെ സ്കോർ, അതായത് മൂന്നാമതൊരു കാറ്റഗറി കൂടി ഉൾപ്പെടുത്തി അവർക്ക് PhD ചെയ്യാനുള്ള സ്കോർ നേടണം. അല്ലെങ്കിൽ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നെറ്റ് എക്സാം എഴുതി ആ സ്കോർ നേടിയിരിക്കണം. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ 4 വർഷ ബിരുദം പൂർത്തിയാക്കിയവർക്ക് നെറ്റ് എക്സാം എഴുതാൻ സാധിക്കും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഏത് വിഷയത്തിലാണോ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ അവർക്ക് നെറ്റ് എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. കാരണം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വരേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ബ്രീഫായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ NEP-യിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ PhD സ്കോർ നിലവിലുള്ളപ്പോൾ തന്നെ മറ്റു ചില സയൻസ് സബ്ജക്റ്റുകൾക്കായിട്ട് ഇന്നലെ NDA എൻട്രൻസ് എക്സാമിനേഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ICAR, ACE, JRF and SRF PhD 2024 പ്രോഗ്രാമിലേക്കായിട്ട് പരീക്ഷ നടത്തുന്നത് NDA ആണ്. ആ ഒരു അപേക്ഷയും ഇന്നലെ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ നിലവിൽ ഈ ആർട്സ് കൊമേഴ്സ് വിഷയങ്ങളുടെ PhD എൻട്രൻസിനായിട്ട് നെറ്റിന്റെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഉപയോഗിക്കുന്നത്. അത്തരം വിഷയങ്ങൾക്ക്, സയൻസ് വിഷയങ്ങൾ അടക്കം അത്തരം വിഷയങ്ങൾക്ക് ഇപ്പൊ UGC നെറ്റ്, CSIR UGC നെറ്റ് എക്സാമിന്റെ വിഷയങ്ങൾക്ക് ഈ 4 വർഷ ബിരുദം പൂർത്തിയാക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ഇതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വരേണ്ടതുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പൊ നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് 2024 ജൂൺ സെഷനിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇന്നു മുതൽ തുടങ്ങും. അതിനായിട്ട് അപേക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ 4 ഇയർ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതായത് 8 സെമിസ്റ്റർ 4 ഇയർ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അവർക്ക് ഓൾറെഡി PhD ചെയ്യാനുള്ള, റിസർച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആ വിഷയത്തിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് PhD-ക്കായിട്ട് പ്രവേശനം ലഭിക്കും. PhD പ്രവേശനം എന്ന് പറയുന്നത് സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. അത് PhD ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിന്റെ സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങൾ JRF, NFOBC, NFSC-യുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വരേണ്ടതുണ്ട്. നിലവിൽ അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ നിന്നും ഈ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം ട്വീറ്റ് ചെയ്ത് 1 അവറിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഈ 2 കാര്യങ്ങളും കൂടെ അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.